സോ ഹേ ഗൈസ് മിഷ് യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ പുതിയതിലോട്ട് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നല്ല പരിപാടി പറഞ്ഞത് നിങ്ങൾ തമ്മിൽ കണ്ടു പോലെ ഒരു RX-100 എന്നാ പറയണ്ടേ, ഞാനന്ന് കഴിഞ്ഞ പറഞ്ഞ പോലെ മൊത്തത്തിലുള്ള രജിസ്ട്രേഷൻ പരിപാടിയാണ്. വണ്ടി ഞാൻ പറഞ്ഞ പോലെ ഒരു 2 മാസത്തോളം ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് പണിയാൻ വേണ്ടി കയറ്റിയിട്ട് നടക്കാതെ വെച്ചതെന്നാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രൈമറി ആയിട്ട് നമ്മൾ ഫ്രണ്ട് ഡിസ്ക് സെറ്റ് കയറ്റി ഡിസ്ക് സെറ്റിൻ്റെ നമ്മൾ ഫ്രണ്ട് മൊത്തം അയച്ചിറക്കിയാണ്. അതിൻ്റെ ഫുട്ടേജ് ഇരിപ്പുണ്ട്, അതിൻ്റെ ആഡ് ചെയ്ത് തരാം. ഡിസ്ക് സെറ്റ് വന്നിട്ട് ഫ്രണ്ട് നമ്മൾ NSൻ്റെ ഡിസ്ക് ഫുൾ സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം സംഭവം കൊണ്ടല്ലോ അതാണ് നമ്മൾ വണ്ടി ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഇതാണ് മൊത്തത്തിൽ സെറ്റ് കയറ്റി വാഷ് ചെയ്ത് കുറേ അലത്തോളത്തെ സാധനങ്ങളൊക്കെ മാറ്റി വണ്ടി ലുക്ക് നീറ്റായി കൊടുക്കണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആദ്യമേ ടീ സ്റ്റമ്പ് കയറ്റാം. നമ്മൾ ടീ സ്റ്റമ്പ് കയറ്റിയതിന് കുറേ അടുത്ത് നമ്മൾ പൾസർ കൊണ്ടൊരു സ്റ്റമ്പാണ് കയറ്റുന്നത്. അതിൻ്റെ കൂട്ട് നമ്മൾ 4 ബൂട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വണ്ടി എന്നാ പറയേണ്ടത്, നമ്മൾ വൈറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സാധാ സ്പ്ലെൻഡറിൻ്റെ സൈസാണ്. നമ്മൾ മേളിൽ ബോർ ചെയ്തില്ല, താഴത്തെ ടീ സ്റ്റമ്പിൽ ഈ ഏരിയ നമ്മൾ ബോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്തുള്ള പരിപാടി എന്ന് പറയുന്നത് വീല് കയറ്റി വീല് സെൻറ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ വീലിൻ്റെ ഏരിയയെ പറ്റി ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ അടുത്ത വീലിൻ്റെ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 18 ഇഞ്ച് റിമ്മിൽ പൾസറിൻ്റെ സ്പോക്ക് വെച്ച് കയറ്റി പൾസറിൻ്റെ പുതിയ ഹബ്ബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയ ഇട്ടിട്ടുണ്ട്. അതിനോട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആസ്യൂഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ NSൻ്റെ അഡാപ്റ്ററാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ അഡാപ്റ്റർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെഷർമെൻറ്റിലാണ്. ഇത് ആക്ച്വലി വെയിറ്റ് വളരെ കുറവാണ്, പോരാഞ്ഞിട്ട് സംഭവം എന്നാ വേണ്ടത് എഫക്റ്റീവ് ആണ്. നിങ്ങൾ നോക്കാൻ മനസ്സിലാവും, നല്ല പക്കായിട്ട് ഇതിനകത്ത് സീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ച് ഇത് വലിച്ച് മുറുക്കിയ ശേഷം ഞാൻ കാണിച്ചു തരാം ബാക്കി എന്നാന്നുള്ളത്. അപ്പം നമ്മൾ അഡാപ്റ്റർ വെച്ച് മുറുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതാണ് മുറുക്കിയേക്കുന്നത്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേക്ക് വെച്ച് മുറുക്കുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബുള്ളറ്റിൻ്റെ എല്ലെങ്കിലാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്, നല്ല ക്രോം ടൈപ്പ് എല്ലെങ്കിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ച് മുറുക്കിയിട്ട് ബാക്കി കാണാം. വണ്ടിയുടെ ഫ്രണ്ട് സെക്ഷൻ വണ്ടിയുടെ കയറ്റുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പോലെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ സംഭവം ഞാൻ പറഞ്ഞ പോലെ പൾസറിൻ്റെ ഹബ്ബാണ് RX-100 പക്കാ സെൻറ്ററിൽ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് പറഞ്ഞുതരാം. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ആക്സിൽ, ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്തേക്കുന്ന ആക്സിൽ RX-100 സ്റ്റോക്ക് ആക്സിലാണ്. പ്രത്യേകിച്ച് വേറെ ആക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പക്ക സ്റ്റോക്ക് ആക്സിലാണ് യൂസ് ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡിലെ സ്പേസർ RX-ൻ്റെ സ്റ്റോക്ക് സ്പേസറാണ്, അതിനകത്ത് നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ലെഫ്റ്റ് സൈഡ് വരുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പിനിയൻ ബോക്സ് വന്നിട്ട് എന്നാ പറയണ്ടേ, നമ്മുടെ ഷൈൻ്റെ പിനിയൻ ബോക്സ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു വാഷ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പണിയാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്നത്. ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സംഭവം കണ്ടല്ലോ, ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി പരിപാടി വീല് നല്ല വലിച്ചു മുറുക്കണം. വലിച്ചു മുറുക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഫുഡ് റെഡിയാക്കാം. നമ്മൾ കാലിപ്പർ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ഫ്രീ ആണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇതിൽ 2 ഹോള് മാറ്റിയിട്ട് RKRൻ്റെ കാലിപ്പറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ 2 13 ഫ്ലാഞ്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പേസറായിട്ട് നമ്മൾ യൂസ് ചെയ്തത് 17 വരെ നട്ടാണ് യൂസ്. ആ ഒരു ഒരേ ഹൈറ്റ് നിർത്തി കഴിഞ്ഞാൽ തന്നെ സാധനം നല്ല ഫ്രീ ആയിട്ട് കണ്ടത്. ഇപ്പം ലോഡാക്കിയിട്ടില്ല, എന്നാലും കണ്ടല്ലോ നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. നമ്മുടെ കാലിപ്പറിൻ്റെ ആക്ഷനും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി പരിപാടി ഇത് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മേളത്തെ MCKT കാര്യങ്ങൾ കയറ്റി പമ്പെല്ലാം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. RX-ൻ്റെ പരിപാടി ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ മൾഗാർഡ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഓരോ ലുക്ക് എല്ലാം കാര്യങ്ങളെല്ലാം മൾഗാർഡെല്ലാം സെറ്റ് ചെയ്തിട്ട് ഏറ്റവും അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് മൾഗാർഡ് സെറ്റ് ചെയ്തിട്ട് കാണാം.
വണ്ടിയുടെ വർക്ക് മൊത്തം തീർന്നിട്ടുണ്ട്. ഇപ്പം പറയുവാണെങ്കിൽ RX-100 ആണ് വണ്ടി. ഫ്രണ്ട് സ്ക്വയർ ചെയ്തിട്ടുണ്ട്, നമ്മളല്ല ചെയ്തത്, ഓൾറെഡി ചെയ്തിരുന്നതാണ്. നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ NS2 കൊണ്ട് ഫുൾ ഡിസ്ക് സെറ്റ് കയറ്റിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന രീതിയിലുള്ള മൽഗാർഡ് ഫിറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് വേറെ ഓൾട്രേഷൻ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നട്ട് വെച്ച് വെൽഡ് ചെയ്തിട്ടേ ഉള്ളൂ. അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, പൾസർ 150 ഹബിൽ അഡാപ്റ്റർ യൂസ് ചെയ്ത് NS2 കൊണ്ട് ഡിസ്പ്ലേറ്റും RTR കാലിപ്പറും RTR തന്നെ MC ചെയ്തിട്ടാണ് നമ്മൾ ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊന്നും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.